അമൃതയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയാൽ അധികം വൈകാതെ അഭിമന്യു ലോത്തുനിന്ന് പോവും. ആ ഇല്ല, നടക്കില്ല. പക്ഷെ നിന്നെ ഞാനൊന്നും ചെയ്യില്ല. കാരണം നീ പ്രഭചേച്ചിയുടെ മകനാ. എന്റെ ലക്ഷ്യങ്ങളൊക്കെ സാധിച്ചതിന് ശേഷം ഞാൻ നിന്നെ അഴിച്ചുവിടും. പക്ഷേ നീ അമ്മാവനെ ഒറ്റുകൊടുക്കില്ലെന്ന് എനിക്കൊരു വാക്ക് തരണം. നിന്റെ ഒരു ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. റിലാക്സ്. എന്നാ പിന്നെ എന്റെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഓ, മുഹൂർത്താവാറായി. പൂജാരി, എല്ലാം ഓക്കെ അല്ലേ? വാ മാഡം, വരാൻ വരാൻ. അടങ്ങി നിൽക്കവിടെ. ആണാണെങ്കിൽ എന്നെ കെട്ടഴിച്ചു വിട, എന്നിട്ട് എന്നെ കൊന്നിട്ട് കല്യാണം നടത്ത്. പോടാ, നീ എനിക്കൊരു ഇരയല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? അടങ്ങി ഒതുങ്ങി ഇവിടെ നിന്ന് ഞങ്ങൾ ആശീർവദിക്കേ. ഈ കല്യാണത്തിന് ബന്ധുവായിട്ട് നീ മാത്രമേ ഉള്ളൂ. അമൃതേ, നടന്നതിലും നടക്കാൻ പോകുന്നതിലും എനിക്കെന്നെ വിഷമമാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, എനിക്ക് വേറെ ഒരു വഴിയില്ല. ഈ വിവാഹം നാടും നാട്ടുകാരും പറഞ്ഞ് മര്യാദയ്ക്ക് നടത്തണമെന്ന് ഞാൻ ചെറുപ്പം മുതലേ ആഗ്രഹിച്ചതാ. അതിന് സമ്മതിക്കാത്തത് നീയാ. അഭിമന്യുവിന് വേണ്ടി നീ എന്നെ പലവട്ടം തള്ളി പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ എന്തു ദുരന്തങ്ങൾ നടന്നാലും അതിന് ഉത്തരവാദി നീ മാത്രമാണ്. നിങ്ങൾക്ക് ഭ്രാന്താ. ഭർത്താവാകാൻ പോകുന്നത് എന്റെ അഭിയ, അതിനൊരു മാറ്റമില്ല. ഇവിടെ ഈ സെറ്റപ്പിൽ നിനക്കിത് പറയാൻ പറ്റുന്നത് വലിയ കാര്യം തന്നെ. പക്ഷെ ഇപ്പൊ ഈ നിമിഷം മുതൽ നീ എന്റേത് മാത്രം. ഗുണ്ടകളെ കൊണ്ട് പിടിച്ചു നിർത്തി എന്നെ ബലമായി കെട്ടിയാലും നിങ്ങൾ എന്റെ ഭർത്താവാവില്ല. ഇതൊക്കെ നീ വെറുതെ ഡയലോഗ് അടിക്കുന്നേ. താലിയുടെ പവിത്രതയെ കുറിച്ച് അറിയാവുന്നോളാ നീ. വിവാഹം കഴിയുന്ന നിമിഷം മുതൽ നിന്റെ ഭർത്താവ് ഞാനായിരിക്കും. അത് നിനക്ക് നന്നായി അറിയാം. താലി പവിത്രമാണെന്ന് കരുതണമെങ്കിൽ നടക്കുന്ന വിവാഹവും അത്രമേൽ വിശുദ്ധിയുള്ളതായിരിക്കണം. ശിലായുഗത്തിൽ ജീവിക്കുന്ന പെണ്ണൊന്നുമല്ല ഞാൻ. നിങ്ങൾ ബലമായി കെട്ടാൻ പോകുന്ന താലിക്ക് ഒരു ചരടിന്റെ വില പോലും തരില്ല ഞാൻ. അത്രയ്ക്കായോ നിന്റെ അഹങ്കാരം? എങ്കിൽ നീ കണ്ടോ, ഞാൻ ആരാണെന്ന് ഇനി നീ മനസ്സിലാക്കാൻ പോന്നേ ഉള്ളൂ. മിണ്ടാരിടാ അവിടെ. എടോ പൂജാരി, കാട്ടിലെ മന്ത്രം വല്ലതും ഉണ്ടെങ്കിൽ അത് ചൊല്ലി പൂവാരി എറിഞ്ഞു. ഞാനിവിടെ താലി കെട്ടാൻ പോവാ. താലി കെട്ടുന്നതിന് മുമ്പ് സ്വാമിക്ക് 3 പ്രാവശ്യം വലം വെക്കണം. ആഹാ, അത് കൊള്ളാലോ. ഒരാളെ പറഞ്ഞു നടക്ക്. ഞാൻ സമ്മതിക്കില്ല. സ്വാമിയെ വണങ്ങിക്കോളൂ. താലി എടുക്കണോ സ്വാമി?
വേണ്ട. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.